മോള് പതുക്കിയിരുന്നായിരുന്നു. അമ്മ പോയി ജോലി നോക്കും. മോളെ അല്ല, പാടത്തേക്ക് ഇതുവരെ പോയില്ല. നല്ല ചോദ്യം. തരാനുള്ള തരാതെ പോകാൻ പറ്റുമോ? അയ്യോ, ഗീത അപ്പുറത്തുണ്ട്. അവൾ ഇങ്ങോട്ടൊന്നും വരില്ലെന്നേ. നല്ല ചൂട്, തീ ഊതിയത് കൊണ്ടായിരിക്കും. ഞാൻ പോട്ടെ. പോകുന്നത് അമ്പിളി കാണണ്ട. കണ്ട എന്നത്തെ സർവ്വ പണിയും മുടങ്ങും. അതൊക്കെ ഞാൻ പൊയ്ക്കൊള്ളാം. എന്റെ ചെരുപ്പ് എവിടെ? ഇതിനിടയിൽ ചെരുപ്പെടുക്കാനായിരുന്നു. എടി മോളെ, നീ ഇവിടെ ഇരിക്കുകയാണോ? നീ വന്നാട്ടെ. ഓടിവാ 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 ഓടിവാ. അച്ഛൻ മോളെ പറ്റിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. മോൾ അച്ഛനെ പറ്റിച്ചു. വേണ്ട മോളെ, വലിയ ചൂടായിരിക്കും. നേരാ. മോൾ അച്ഛനൊരു ഉമ്മ കൊടുത്തേ. മോളെ, അപ്പൂപ്പനൊരു ഉമ്മ. അത്രയ്ക്കായോ? ശ്രീകരൻ അതെങ്ങനെ വേണ്ടാത്തെല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കല്ലേ മൂശേട്ടാ? എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ സഹായിക്കുന്നത്? അതിന് തിരിച്ചറിവുണ്ടോ? എന്തൊരു സ്നേഹം. ആ വേലയൊക്കെ മനസ്സിലിരിക്കട്ടെ. കൊച്ചിനെ പുന്നാരിച്ച് വശത്താക്കി സ്വത്തുക്കൾ അടിച്ചെടുക്കാനുള്ള പ്ലാനല്ലേ? സ്വത്ത് സ്വത്ത് സ്വത്ത്. 24 മണിക്കൂർ നിങ്ങൾക്ക് ഈ ഒറ്റ വിചാരമേ ഉള്ളൂ. അല്ല, പിന്നെ ഞാൻ കാശിക്ക് പോണതിനെ പറ്റി വിചാരിക്കാം. രാധിയെ, കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് സംസാരിക്കരുതെന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഞാൻ മകന് വെട്ടാനെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കടത്തി വെട്ടരുത്. ഞാൻ ആള് മഹാജീത്തയാ. എന്തായത്? ഏത് നേരത്തെ ഈ വീട്ടിൽ അലസന്റെ കേൾക്കാനുള്ളല്ലോ. നീ ഊരി വെട്ടി നടന്നോ? തിരിച്ചു വരുമ്പോഴേ ആട് കിട നേരത്ത് പൂട പോലും കാണത്തില്ല. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയാ പറയുന്നെന്ന്? സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തും പോവും, കൊച്ചും പോവും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലായിരിക്കും, കാണിച്ചു തരാം. മോളെ, മോളുടെ അച്ഛന്റെ പേരെന്താ? ഗോപി. അമ്മയുടെ പേരോ? മനസ്സിലായോ? കാര്യത്തിന്റെ കിടപ്പ എവിടെയാണെന്ന് നിനക്ക് വിളി കിട്ടിയോ? നാളെ സ്വത്തിന് വേണ്ടി കേസ് കൊടുക്കേണ്ടി വന്നാൽ കോടതിയിൽ ഈ കൊച്ചി ഇതേ വാചകം പറയും. നിങ്ങൾ സിനിമയും പവർ ഷോയും ഡോക്ടറും ആയിട്ട് നടന്നോ? ബുദ്ധിയുള്ളവർ നാളത്തേക്ക് കരുതും. അങ്ങനെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേ. അവിടെ എന്റെ മോളാ. പട്ടാപ്പകൽ നെല്ല് മോഷണോ? ഇട്ടിച്ച് നിന്റെ കണ്ടില്ലേ? ആങ്ങളുടെ അമ്മായിയപ്പന്റെ വിശ്വരൂപം. പട്ടാപ്പകൽ നെല്ല് മോഷണം. കുറിപ്പേട്ട ഇതിൽ ഇടപെടണ്ട. താൻ നെല്ല് കൊണ്ട് പോണം. അമ്മാവനിങ്ങ് വരണം. നിനക്കെന്തോ ജോലി? എനിക്ക് ഫിലിം റെപ്രസെന്റേറ്റീവ് ജോലിയായിരുന്നു. ഓഹോ, അപ്പൊ ഫിലിം പറ്റി ഒന്ന് നല്ല പരിചയം ഉണ്ടായിരിക്കും. അതല്ല പിള്ളേച്ച, എനിക്ക് കുറച്ച് കാശ് തരാനുണ്ട്. ആ കാശ് തരാൻ വേണ്ടി ഇവിടെ വിളിച്ചോണ്ട് വന്നതാ. ദിവസം ഓരോ ചാക്ക് നെല്ല് എന്റെ തലയെ പിടിച്ചു തരും. ഞാനത് കിട്ടുന്ന വിലക്ക് കൊണ്ടുപോയി വിൽക്കും. പോയിക്കോ. അയ്യോ, ഇതാ, അമ്മാവിന് പണം വേണമെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നു. ഈ വിവരം മറ്റുള്ളവരറിഞ്ഞാൽ ജയിക്കല്ലേ അതിന്റെ മാനക്കേട്. വളരെ സന്തോഷം. എന്തിനായി പണം? ഞങ്ങൾ ഇവിടുന്ന് മാറി തന്നെങ്കിൽ ആ വിവരം പറഞ്ഞാൽ പോരെ. അതിന് കൈക്കൂലി തരണമെന്നുണ്ടോ? കൈക്കൂലിയേ. കൈക്കൂലി ആർക്ക്? നമ്മളിവിടുന്ന് മാറിക്കൊടുക്കണം. നമ്മളെ കൊണ്ട് ഇവിടെ ശല്യം സഹിക്കുകയാണെന്ന്. വേണമെങ്കിൽ വീട്ടുപാട വരെ അവള് കൊടുത്തോളാമെന്ന്. എന്റെ ഗുരുവായൂരപ്പ. എന്തിനാ ഗുരുവായൂരപ്പനെയൊക്കെ വിളിക്കുന്നത്? നടന്ന കാര്യം അതുപോലെ പറഞ്ഞാ മതിയല്ലോ. തന്നെ ആരും വിളിച്ചില്ല. ഞാൻ കള്ളനാന്ന് വരെ ഇയാൾ പറഞ്ഞ് പ്രചരിപ്പിക്കും. ഈ രൂപ ഞാൻ മോഷ്ടിച്ചാന്ന് വരെ ഇയാൾ പറഞ്ഞ് സമർത്ഥിക്കും. അത്ര തന്ത്രജ്ഞനാ ഇയാള്. ഇത് തന്ത്രവും മന്ത്രവും മാജിക്കും ഒന്നുമല്ല. എന്താ ഇത്? മുതുകത്ത് നെല്ലി ഉമ്മി പട്ടാപ്പകര് റെപ്രസെന്റേറ്റീവ് കയ്യിലോട്ട് മോട്ടിച്ച് കൊടുത്തപ്പം അതിൽ നിന്ന് തൊഴിൽ വീണതാ. നട്ടുച്ചയ്ക്ക് ഞാൻ ആ 10-ാം പുറത്തുനിന്ന് കിടന്നുറങ്ങി. അവിടുന്ന് പറ്റിപ്പിടിച്ച നെല്ലായത്. എന്റെ ശ്രീഭൂതനാഥ. ഭൂതനാഥ പ്രാണനാഥ വിളിക്കുന്നേ. എടോ ആളാച്ചി തലപ്പ് നെല്ലാച്ചി. കുറുപ്പേ, പോടോ അപ്പുറത്ത്. താൻ കൂടുതലൊന്നും സംസാരിക്കണ്ട. എടീ, നിന്റെ ഭരണം കൂടെ കൂടുന്നുണ്ട്. നീയും അച്ഛനും കൂടെ എന്നെ ഒരു ഒടിഞ്ഞ കലപ്പയായിട്ട് എരുത്തിലിന്റെ തിന്നെ തള്ളിയിരിക്കുക.
എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടാ മോനെ, നീ നേരെ നിന്നാലുണ്ടല്ലോ പണിക്കരെ വരച്ച വരയിൽ നിർത്താം. ആ വക്കീൽ നോട്ടീസ് അങ്ങോട്ട് അയപ്പിച്ചാലുണ്ടല്ലോ വള്ളിച്ചൂരിൽ പോലെ വളയും. അച്ഛനെയാണ് പ്രതിയാക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്താൽ പോയി. ഒന്നും ആലോചിക്കാനല്ല, വക്കീലത്തെ നോട്ടീസ് എഴുതിക്കണം. ആ നോട്ടീസ് കിട്ടിയാൽ മൂപ്പില മാപ്പി ചോദിക്കണം. ഈ മൂപ്പില ഇതുവരെ ആരോടും മാപ്പ് ചോദിച്ചിട്ടില്ലല്ലോ, ഇനിയൊരു ചോദിക്കുകയുമില്ല. ഇരിക്കണം. അല്ല, പണിഗ്രഹത്തിന് എവിടെ ചെന്നാലും ഇരിക്കാനുള്ള സീറ്റ് കിട്ടും. ഞാൻ ഇരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇരിക്കാൻ അർഹതയില്ലാത്തവരാണ് കർഷകരെ കാണുമ്പോ കയറി ഒട്ടാൻ നോക്കുന്നത്. അതെ, നിങ്ങൾ എന്ത് നോട്ടീസ് എഴുതാൻ പോകുന്നത്? ഞാനൊന്നും എഴുതുന്നില്ല. രാധാകൃഷ്ണനെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു. വീട്ടിൽ വെച്ച് മറുപടി പറയാൻ ധൈര്യമില്ലാതെ കണ്ട വക്കീൽ ഓഫീസോട് കയറി പരാതി പറയുന്നവർക്ക് എന്താ വ്യക്തിത്വം ഉണ്ടാവാനാ? എനിക്ക് വ്യക്തിത്വം ഉണ്ടോ ഇല്ലെന്ന് കോടതി വെച്ച് ഞാൻ കാണിച്ചു തരാം. കോടതി വെച്ച് കാണാമെന്ന് പറഞ്ഞ നീ വീണ്ടും ഒന്നുകൂടെ വീട്ടിൽ കയറി വന്നത്? ചോദ്യമുണ്ടെങ്കിൽ തോപ്പിലെ രാജേന്ദ്ര പണിക്കോട് കേസ് പറഞ്ഞ് നീ ഭാഗം വാങ്ങിക്കടാ. ഞാൻ കേസ് പറയും, ജയിക്കും, ഭാഗം വാങ്ങിക്കും ചെയ്യും. ഇറങ്ങി പറയുന്ന വീട്ടിൽ നിന്ന് ഇനി കേസ് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടാൽ മതി. അങ്ങനെ അങ്ങ് പേടിപ്പിക്കാതെ പഠിക്കരുത് സാറേ. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലുണ്ടല്ലോ കേസ് ജയിച്ച് അധികാരത്തോടുകൂടി ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കും. കോടതി ഉത്തരവിൻ പ്രകാരം നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. പിന്നെ കോടതി എന്ന് പറയുന്നത് നിങ്ങളുടെ വടക്കേപ്പുറത്ത് കിടക്കില്ലയോ? അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ പ്രധാനപ്പെട്ട സാറേ. എവിടെ പപ്പുക്കുറിപ്പേ, അദ്ദേഹത്തോട് സംസാരിക്കാൻ തനിക്ക് കാര്യമില്ല. എന്റെ കുഞ്ഞെ, ഞാൻ ഇവിടുത്തെ ഉപ്പും ചോറും തിന്നുന്നവനാ. എന്റെ അംഗത്തിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോണ്ട് നിൽക്കത്തില്ല, മറുപടി പറയും. എന്റെ കാര്യത്തിൽ എന്റെ വീട്ടിൽ ഇറങ്ങി പോകാൻ പറയാം. ഞാനല്ല പട്ടി. അച്ഛാ, നീ ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന്. നിന്റെ ഭാര്യ നിന്റെ അമ്മായിച്ചെ വിട്ടുള്ളത്. എന്തിനാ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നത്? ഇവിടുന്ന് അടിച്ചിറക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കൂടെ? ശരിയാണ്. ഇനി ഒറ്റ നിമിഷം അവിടെ വന്നിട്ട് കാര്യമില്ല. വരൂ. നിൽക്കൂ രാധാകൃഷ്ണൻ. അമ്മാവനെന്തോ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയത്. ദയവിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്. ഇത് നിങ്ങളുടെ വീടാണ്. മാറി നിൽക്കട കണ്ടി. നീ അതിനുള്ള ഉത്തരവാദി. ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കേണ്ട സുഖവും പദവി നീ തട്ടിയെടുത്തു. എന്നിട്ട് ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. അവളിവിടെ നിന്നോട്ട് ചേട്ടത്തി. അവൾ എന്നെ കാണാൻ ഒരു നിമിഷം പോലും ഇരിക്കില്ല. എടി, കുട്ടിയെ വാങ്ങിക്കും. തരം കിട്ടിയാൽ അതിന് വിഷം കൊടുക്കാൻ പോലും ഒരു മടിക്കില്ല. രാധിയെ, കുട്ടിയെ കൂടി. ഇത് അവരുടെ കുട്ടിയാണ്. ദാ. രാധിക, ആ കുട്ടി പ്രസവിച്ച സ്ത്രീയാണ് അതിനെടുത്തോണ്ട് പോയത്. നിനക്ക് സ്നേഹിക്കാനേ കഴിയൂ, അവകാശപ്പെടാൻ കഴിയില്ല. എനിക്ക് അമ്മയെ കാണണോ? അമ്മയെ കാണണോ? മര്യാദയ്ക്ക് ഇവിടെ കിടന്നല്ലേ അടിച്ച് തോലി വെച്ചുകളെ. നീ എന്തിനാണ് അതിനെ തിന്നാൻ പോകുന്നത്? എടാ, അയാളൊന്ന് വരണമെന്നല്ലാതെ വീട് വിട്ട് ഇറങ്ങി പോകണമെന്ന് ഞാൻ പറഞ്ഞോ? ഇപ്പൊ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ ആയില്ലേ? നാളെ പോലെ നമ്മളിവിടെ എങ്ങനെ കഴിയും? അഭിമാനമല്ലേ വലുത്? അല്ല, എനിക്ക് പണമാ വലുത്. അതിനുവേണ്ടിയാ ഞാൻ ഈ വയ്യാവേലി മുഴുവൻ വലിച്ച് തലേ വെച്ചത്. ഇപ്പൊ കിഴക്കെന്ന് വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി. ആ പഴയ കൊട്ടകയുടെ പാത്രമൊക്കെ